back to Crafted Malayalam. I am Ananya. Thumbnail കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ടി പോപ്പേഴ്സ് ആണ്. ദാ ഈ ഒരു PVC പൈപ്പ് വെച്ച് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പാർട്ടി പോപ്പേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടി പോപ്പേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന നീളം 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ഒരു സെല്ലോ ടേപ്പ്, ഒരു ബലൂൺ, പിന്നെ ദാ കുറച്ച് കളർ പേപ്പറും ക്രീപ്പ് പേപ്പറും മുട്ടായി തൊലിയൊക്കെ ഞാനിങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലിറ്റർ പേപ്പർ. ഇത് ഗ്ലിറ്റർ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളർ പേപ്പറും എടുക്കാം, പിന്നെ കത്രിക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബലൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ബാക്കിലെ വാല് ഭാഗമല്ല, ഈ ഒരു ഭാഗം അത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മളുടെ PVC പൈപ്പിൻ്റെ ഈ ഒരു മൗത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ബലൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് നമുക്ക് സെല്ലോ ടേപ്പും വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ ഒരു PVC പൈപ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ഗ്ലിറ്റർ പേപ്പറും കൊണ്ട് കവർ ചെയ്തിട്ട് വരാം. ഞാൻ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. PVC പൈപ്പ് ആയതുകൊണ്ട് അതിനകത്ത് സാധാ ഗ്ലൂ ഒട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ടി പേപ്പർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഒരു പേപ്പർ പീസ് നിറയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, നമ്മളതും ചെയ്തു. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചേ നിറച്ചിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് ഒരുപാട് നിറയ്ക്കുമ്പോൾ നമ്മൾ ഈ ബലൂണിൽ ഇങ്ങനെ കൊടുക്കുന്ന പ്രഷർ ബലൂണിൽ തട്ടിയാണ് ഈ പേപ്പറിനകത്തോട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ സാധനത്തിൻ്റെ PVC പൈപ്പിൻ്റെ ലെങ്ത് കൂടുന്തോറും അതിൻ്റെ പ്രഷർ നമ്മൾ കൂടുതൽ കൊടുക്കണം. അതുകൊണ്ട് ഇതിനകത്ത് PVC പൈപ്പിൻ്റെ ലെങ്ത് മാക്സിമം കുറച്ചെടുക്കാൻ നോക്കുക. മാത്രമല്ല ഇതിനകത്ത് ഇടുന്ന കണ്ടൻറ്റിൻ്റെ കാര്യം കുറച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്കിത് വിട്ടുപോകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി ഞാൻ എത്തുന്നിടം വരെ ബൈ.